ആമീൻ. കർത്താവേ, സ്തോത്രം. എൻ്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുകയാണ്, ഞാൻ തളർന്നിരിക്കുകയാണ്. ചിലപ്പോൾ അഗാധങ്ങളിലേക്ക് തള്ളിയിടപ്പെട്ടതുപോലെ തോന്നുന്നു. വാസ്തവമായും എന്നെ മനസ്സിലാക്കുന്നവർ ആരുമില്ല. തളർന്ന മനസ്സിനെ വിൽപവർ കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് സങ്കീർത്തനക്കാരൻ്റെ വിലാപങ്ങൾ. കർത്താവേ, ഈ തകർച്ചയുടെ നിമിഷത്തിലും സങ്കീർത്തനക്കാരൻ ഓടിയെത്തുന്നത് അങ്ങയുടെ അടുക്കിലേക്കാണ്. തകർന്ന ഹൃദയത്തെ ഒരിക്കലും അവിടുന്ന് തള്ളിക്കളയില്ല എന്ന പ്രത്യാശയോടെയാണ് അങ്ങയുടെ അടുക്കിലേക്ക് സങ്കീർത്തനക്കാരൻ ഓടിയെത്തുന്നത്. കർത്താവേ, സങ്കീർത്തനക്കാരനെ പോലെ ഞാനും അപേക്ഷിക്കുകയാണ്. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ അവിടുന്ന് എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്ക് അങ്ങയെ കണ്ടെത്തുവാൻ കഴിയാത്തപ്പോഴും അവിടുന്ന് എന്നെ കാണുന്നുണ്ടല്ലോ. എന്നേക്കാൾ ഉയരമുള്ള പാറയിലേക്ക് എന്നെ നടത്തണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. ഉയരമുള്ള പാറ. ഇന്ന് അതെൻ്റെയും പ്രാർത്ഥനയാണ്. എൻ്റെ ബുദ്ധിയേക്കാൾ ഉയർന്നതും എൻ്റെ വികാരങ്ങളെക്കാൾ സ്ഥിരതയുള്ളതും എൻ്റെ സാഹചര്യങ്ങളെക്കാൾ ശക്തിയുള്ളതുമായ ആ പാറ കർത്താവേ അങ്ങാണ്. കർത്താവേ, എൻ്റെ ജീവിതം പാഴ്മണലിലല്ല, ഉറച്ച അടിസ്ഥാനമായ നിന്നിൽ ഉറപ്പിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ആത്മവിശ്വാസത്തിലല്ല, നിന്റെ വിശ്വസ്തതയിലായിരിക്കട്ടെ എൻ്റെ ആശ്രയം. എൻ്റെ വിജയങ്ങളിലല്ല, നിന്റെ കൃപയിൽ മാത്രമായിരിക്കട്ടെ എൻ്റെ പ്രത്യാശ. കർത്താവേ, എനിക്ക് ജീവിത പാതയിലെ വഴി ഏതാണ് എന്നറിയില്ല. അതുകൊണ്ട് നല്ല ഇടയനായി എന്നെ കൈപിടിച്ച് നടത്തേണമേ. എൻ്റെ ഭയത്തേക്കാൾ ഉയർന്ന ആത്മവിശ്വാസത്തിലേക്കും എൻ്റെ സംശയത്തേക്കാൾ ഉയർന്ന സത്യത്തിലേക്കും എൻ്റെ കണ്ണുനീരിനേക്കാൾ വലിയ പ്രത്യാശയിലേക്കുമൊക്കെ എന്നെ ഉയർത്തേണമേ. കർത്താവേ, ഇന്ന് ഞാൻ എൻ്റെ എല്ലാ ഭാരങ്ങളും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ ഉത്കണ്ഠകളും നിരാശകളും പരാജയങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുമൊക്കെ അങ്ങയുടെ തൃപ്പാദത്തിൽ വയ്ക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോഴെല്ലാം എൻ്റെ അഭയവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയുമായ കർത്താവ് അവിടുന്ന് മാത്രമാണ്. ഞാൻ വീഴാതെ നിൽക്കുന്നത് ഒരിക്കലും എൻ്റെ ശക്തി കൊണ്ടല്ല, അങ്ങയിലുള്ള ആശ്രയം ഒന്നുകൊണ്ട് മാത്രമാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എത്രയോ വലിയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചിരിക്കുന്നു. ചിലത് മനുഷ്യരിൽ നിന്നാണ്, ചിലത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നാണ്, മറ്റ് ചിലത്
എൻ്റെ ബലഹീനതകളിൽ നിന്നാണ്. പലപ്പോഴും പോരാടി ജയിക്കുവാൻ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. എൻ്റെ ശക്തി മതിയാകുമെന്ന് പലപ്പോഴും ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷെ കർത്താവേ, എൻ്റെ സുരക്ഷ എൻ്റെ കരങ്ങളിലല്ല, അവിടുത്തെ കരങ്ങളിലാണെന്ന സത്യം ഓരോ വീഴ്ചകളിലും പരാജയങ്ങളിലും ഞാൻ മനസ്സിലാക്കി. കർത്താവേ, ശത്രുവിൻ്റെ മുമ്പിലെ എൻ്റെ ശക്തമായ ഗോപുരം അങ്ങാണ്. അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ യാതൊരു ഭീഷണികൾക്കും എൻ്റെ മനസ്സിലെ ഭയങ്ങൾക്കും എന്നെ തകർക്കുവാനും ഭയപ്പെടുത്തുവാനും കഴിയില്ല. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ എന്നും എന്നും വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ ചിറകുകളുടെ നിഴലിൽ അഭയം പ്രാപിക്കുവാൻ വലിയ ആഗ്രഹമാണ് എനിക്ക്. തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ പൊതിയുന്നത് പോലെ കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. കർത്താവേ, ലോകം സുരക്ഷ തേടുന്നത് പണത്തിലും അധികാരത്തിലും മനുഷ്യബന്ധങ്ങളിലുമൊക്കെയാണ്. എന്നാൽ അവയൊന്നും ശാശ്വതമല്ല. മാറാത്ത, മാറ്റമില്ലാത്ത അഭയസ്ഥാനം കർത്താവേ, അങ്ങ് മാത്രമാണ്. കർത്താവേ, എൻ്റെ ഹൃദയം ഭയപ്പെടുമ്പോൾ അങ്ങയുടെ വാഗ്ദത്തങ്ങളാണ് എന്നെ ധൈര്യപ്പെടുത്തുന്നത്. എൻ്റെ ഹൃദയം കലങ്ങുമ്പോൾ അങ്ങയുടെ വചനമാണ് എനിക്ക് സാന്ത്വനം നൽകുന്നത്. എൻ്റെ കണ്ണുകൾ ഈറനണിയുമ്പോൾ അങ്ങയുടെ മുഖമാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. കർത്താവേ, തളർന്ന മനസ്സുമായി ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. മടങ്ങി വന്ന ധൂർത്തപുത്രനെ തള്ളിക്കളയാത്ത പിതാവേ, എന്നെ ഉപേക്ഷിക്കരുത്. അങ്ങയുടെ സ്നേഹകരങ്ങളിൽ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തണമേ. കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യമാണ് എൻ്റെ സുരക്ഷാ കേന്ദ്രം. അങ്ങയുടെ കൃപയുടെ തണലാണ് എൻ്റെ വിശ്രമസ്ഥലം. അങ്ങയുടെ ചിറകുകളുടെ നിഴലാണ് എൻ്റെ മറവിടം. എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും അങ്ങയുടെ കൃപാസനത്തിൽ അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവേ, സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ തിരുസാന്നിധ്യം ജീവിത പ്രതിസന്ധികളിൽ നമുക്ക് സുരക്ഷയുടെ കോട്ടയും വിശ്വാസത്തിൻ്റെ സാന്ത്വനവുമായി തീരട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.